ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? അതോ ഇനി അതൊന്നും അനുസരിക്കില്ല എന്നാണോ ഉദ്ദേശം? മാഡം, ഒരു ചായ കൊടുത്തിട്ട് വരാൻ എന്തിനാ ഇത്ര സമയം? എന്തായിരുന്നു അവിടെ സംസാരം? ചോദിച്ചത് കേട്ടില്ലേ നീ? എന്തായിരുന്നു ഇത്രയും നേരം സംസാരമൊന്നും? അത് മാഡം എനിക്ക് കല്യാണം ഉറപ്പിക്കാൻ പോവാണെന്നും നാളെ ആളെ കാണാൻ വരുമെന്നും പറഞ്ഞതാ. മാഡം, ഞാനൊന്നും പറഞ്ഞില്ല. വല്യുവിന് ഇങ്ങോട്ട് പറഞ്ഞതാ. നാളെ പെണ്ണ് കാണലിന് തയ്യാറായിട്ട് നിന്നു. ശരി, പൊയ്ക്കോ. ചെന്നു കേട്ടൊരു പേര് അഖിലാണ്ടേശ്വരി. ഷുവരെ പേടിച്ചു പോയി. ഇനി അത് വേണ്ട. സോനാരേ സോനാരേ സ്വർണ്ണ നിലവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സോന സോനാരേ 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 സോനാരേ. ഓ, അത് ശരി, എത്തിയോ? ഓ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചത്? നീ എന്താ ഫോൺ എടുക്കാത്തെ? ഫോൺ വിളിച്ചോ? ആര്? എന്തിന്? എന്തിനാ വിളിച്ചത്? എന്ത് കാര്യത്തിന്? ഫോൺ വിളിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? പിന്നെ എന്തിനാ ഫോൺ വിളിച്ചേ? എന്തിന്? ഉത്തരം പറ. കൊള്ളാം, കുടിച്ച് കൂത്താടിയാണല്ലോ വരവ്. കൂത്താടിയല്ല, പാട്ടുപാടി. ഇതെങ്ങനെ? സോനാരേ സോനാരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പോരുണ്ടോ? ഇനി ഞാൻ കുടിക്കും പാടുകയും ചെയ്യും. കുടിക്കും പാടും, കുടിക്കും പാടും. അരവിന്ദ് മദ്യപിക്കുന്നതേ ഇതാദ്യായിട്ടല്ല. ശരി, ആയിക്കോട്ടെ. പുന്നാര മോനിങ്ങനെ ലെക്ക് കേട്ട് കേറി വന്നത് അഖിലാന്റോട് പറയട്ടെ ഞാൻ. പറയടി, പോയി പറഞ്ഞിട്ട് വാടി. അഖിലാണ്ടേശ്വരി അല്ല, സാക്ഷാൽ ആദി പരാശക്തി വന്നാലും ശരി, I just don't care. അവളുടെ ഞാനാ പഴയ നന്ദനായിരുന്നെങ്കിലേ നിന്നെ വലിച്ചഴച്ചു കൊണ്ടുപോയി ആന്റിയുടെ മുന്നിൽ നിർത്തിയേനെ. കഷ്ടം. എന്തിനാടാ നീ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? ആർക്ക് വേണ്ടിട്ട്? അയ്യോ, ചുമ്മാ സീനിടല്ലേ. നീ പോയി പറയുന്നു പറഞ്ഞില്ലേ, പോയി പറയടി. പോയി പറയടി. പൊക്കോളാം. അതിനു മുമ്പ് ഒരു കാര്യം, കുറച്ചുനാൾ ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ കുടിച്ചിങ്ങനെ ലെക്ക് ഇടുന്ന ശീലം. ഇപ്പൊ എന്താ താങ്ങാൻ പറ്റാത്ത മനോവിഷമം? അത് നീ അറിയുന്നെന്തിനാ? നീ പോയി ബ്രോയെ അമ്മയെ പിന്നെ അവിടെ ആരെങ്കിലൊക്കെ കാണാതെ വിളിച്ചോണ്ട് വാ. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. അല്ല, ഗെറ്റ് ലോസ്റ്റ്. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ലോസ്റ്റ്. അല്ല, ഗെറ്റ് ഔട്ട്. ഗെറ്റ് ലോസ്റ്റ്. ഗെറ്റ് ഔട്ട്. എനിക്കറിയാം ഇപ്പൊ ഈ താങ്ങാൻ പറ്റാത്ത ദുഃഖത്തിന്റെ കാരണം. കല്യാണിക്ക് വേറെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നത് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? അതല്ലേ കാരണം? അതല്ലേടാ? അതെടി, സഹിക്കുന്നില്ല. കല്യാണിക്ക് വേറെ കല്യാണം ഉറപ്പിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. ഒരു കാര്യം കൂടി നീ അറിഞ്ഞോ? ഈ കല്യാണം ഇല്ലേ, ഈ കല്യാണം ഈ അരവിന്ദ് മുടക്കും. അച്ചട്ട. വേണ്ട, പറഞ്ഞങ്ങനെ കേറണമെന്നില്ല. പ്ലീസ്, എന്താ ഈ കാണിക്കുന്നേ? നീ എന്താ എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാത്തെ? എനിക്കെല്ലാരെയും അറിയാം, എന്നെ ആർക്കും മനസ്സിലാവാത്ത. എല്ലാരെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ തന്നെ കെട്ടാൻ പോവല്ലേ. കെട്ടുവടി, കെട്ടും. പക്ഷെ നിനക്കെന്റെ മനസ്സിനുള്ളിൽ കയറാൻ പറ്റില്ല. എപ്പോഴെന്നല്ല, ഒരിക്കലും. കെട്ടുവടി, കെട്ടും. പക്ഷെ നിനക്കെന്റെ മനസ്സിനുള്ളിൽ കയറാൻ പറ്റില്ല. എപ്പോഴെന്നല്ല, ഒരിക്കലും. ദേ, കണ്ടില്ലേ ഈ കാറ്? ദേ, ആ നിലവിളക്ക്.
മേശ, കസേര, ഇതൊക്കെ പോലെ ഞാൻ എന്നും നിന്റെ ജീവിതത്തിൽ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, വേറെ ഒരു ഉപകരണം. കാരണം ഞാൻ ചെയ്ത അത്രയും വലിയ പാതക, ഒരു പാവം പെൺകുട്ടിയോട് ചെയ്ത പാവം. കല്യാണി പാവ, ഞാനൊന്നും അറിയാതെ ഞാൻ അവളെ ജീവിതം ഇല്ലാതാക്കി. അത് കൊള്ളാം. നീ അറിയാതെ നീ തന്നെ അവളുടെ ജീവിതം ഇല്ലാതാക്കിയെന്നോ? നീ എന്താ പിച്ചും പെയ്യും പറയുന്നേ? നീയും അവളും ചേർന്നെടുത്ത ഫോട്ടോ കാണിച്ചല്ലേ ആ നിശ്ചയം മുടക്കിയത്? അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. പക്ഷെ അതെങ്ങനെ വന്നത് എനിക്കറിയില്ല. അതാ ദുരന്തം. കൊള്ളാം. മദ്യപിച്ചാലും നിനക്ക് ബോധമുണ്ട്. നീയും കല്യാണിയും ജോഡിയായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ ആ ഫോട്ടോ എങ്ങനെ വന്നെന്ന് അറിഞ്ഞൂടാന്ന് പോലും. കൊള്ളാം. കുടിച്ചിട്ടാണെങ്കിൽ അഭിനയം ബെസ്റ്റ് ആയിട്ടുണ്ട്. You just shut up. എനിക്ക് നിന്റെ മുമ്പിൽ അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ല. വിഷയം മുടക്കം ഞാൻ പ്ലാൻ ചെയ്തൊക്കെ ശരിയാ, ഫോട്ടോ എടുത്തു. പക്ഷെ അത് കല്യാണിയായിട്ടല്ല. അവിടെ എങ്ങനെ കല്യാണമായിട്ടുള്ള ഫോട്ടോ വന്നെന്ന് എനിക്ക് ഇന്നും അറിയില്ല. എങ്ങനെയെങ്കിലും ദൃശ്യം മുടക്കാൻ വേണ്ടിട്ടാ ഞാൻ അവിടെ വെച്ച് കല്യാണം ഇഷ്ടമാണെന്ന് വെറുതെ വിളിച്ചു പറഞ്ഞത്. പാവം കല്യാണി, ആ ഫോട്ടോ കേട്ട് അവൾക്ക് യാതൊരു ബന്ധമില്ല. കല്യാണി ഒരു പാവ, കല്യാണി പാവ, വെറും പാവ. ഞാനാണ് ദുഷ്ടൻ, ചെകുത്താനാ ഞാൻ. പക്ഷെ കല്യാണി പാവ, സത്യമായിട്ട് കല്യാണി പാവ. പക്ഷെ ഞാൻ ദുഷ്ടനാ. കല്യാണി പാവ. കല്യാണി പാവ. പക്ഷെ ഞാൻ ദുഷ്ടനാ. പക്ഷെ കല്യാണി പാവ. പക്ഷെ ഞാൻ ദുഷ്ടനാ. കല്യാണി പാവ. ഇവൾ ഈ സമയത്ത് ആനന്ദിന്റെ റൂമിലേക്ക് പോകുന്ന എന്തിനാ? ആനന്ദ്, ആ വന്നു തന്നെ ഇരിക്ക. അരവിന്ദ് മാറും, നല്ലവനാകും എന്നൊക്കെ വിചാരിച്ചത് എന്റെ കയ്യിലെ തെറ്റ്. അവനൊരിക്കലും മാറുമെന്ന് തോന്നുന്നില്ല. ഞാൻ വെറുതെ ഒരു ബഫൂണിനെ പോലായി. എന്തു പറ്റി നന്ദനെ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നത്? അവൻ മൊത്തത്തില് മാറി, പൂർണ്ണ മനസ്സോടെ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായി എന്നൊക്കെയല്ല പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അതെ, അതിനെന്താ? മഹേശ്വരി ആന്റിക്ക് അവൻ വാക്ക് കൊടുത്തല്ലേ? അമ്മ പറഞ്ഞില്ലേ നന്ദനയോട്? അതൊക്കെ പറഞ്ഞു. പക്ഷെ അതല്ല ആനന്ദ സത്യം. അരവിന്ദന്റെ മനസ്സിൽ എപ്പോഴും അവളാ, ആ കല്യാണി. ഓ, ഇപ്പോഴാ ഒരു സമാധാനമായത്. എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നല്ലോ എന്ന് വിഷമിച്ചിരിക്കായിരുന്നു. ചെറിയൊരു തീപ്പൊരി കിട്ടിയാ മതി, അത് കാട്ടു തീയാക്കാൻ വിലാസിനിക്ക് അറിയാം. കല്യാണിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നത് സഹിക്കാനാവാതെ അരവിന്ദ് മദ്യപിച്ച് ലെക്ക് ഇട്ട് വന്ന് കയറി വീടിന്റെ നടയിൽ കിടക്കുക, ഓരോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട്. ഓ അത് ശരി, അവൻ വീണ്ടും തുടങ്ങിയല്ലേ? സാരമില്ല, പണ്ടേ അവന്റെ ഒരു പതിവ് 5 മിനിറ്റ് കഴിയുമ്പോൾ റൂമിൽ ചെന്ന് കിടന്നോളൂ. ഏതായാലും അവൻ മദ്യപിച്ച് ലെക്ക് കെട്ട് വന്നപ്പോ കല്യാണിയായിരിക്കും കാരണമെന്ന് നീ അങ്ങ് വിചാരിച്ചു. അതല്ലേ നടന്നത്? അതല്ല ആനന്ദേ, അരവിന്ദ് മദ്യപിച്ച് വരുന്നത് ഒരു പുതിയ കാര്യമല്ലെന്ന് എനിക്കറിയാം. ചിലർ മദ്യപിച്ച് കഴിയുമ്പോ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അയ്യോ, അപ്പോഴാ അവര് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില സത്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ദൈവമേ, ചതിച്ചോ?
ഇനി അവൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവോ എന്തോ. അഖിലാന്റി പറഞ്ഞതുകൊണ്ടാ അവൻ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചെന്ന് അവൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു. അവന്റെ മനസ്സിൽ എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ല. നന്ദനെ, അരവിന്ദിനെ കുറിച്ച് നിനക്കറിയാലോ. നല്ല ബോധമുള്ള സമയത്ത് പോലും നല്ലതുപോലെ സംസാരിക്കാനോ ഉചിതമായ തീരുമാനം എടുക്കാനോ അറിയാത്തവനാണ്. ഇപ്പൊ ഈ അവസ്ഥയിൽ ബോധമില്ലാതെ അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ വെറുതെ കൺഫ്യൂസ്ഡ് ആവുന്നത്? വിട്ടേക്ക് നന്ദനെ. ഇറ്റ് വാസ് ജസ്റ്റ് എ ലൂസ് ടോക്ക്. അതല്ല ആനന്ദ്, അരവിന്ദ് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. നിശ്ചയം മുടക്കം കാണിച്ച ആ ഫോട്ടോ ഇല്ലേ, കല്യാണി അരവിന്ദും ചേർന്ന് നിൽക്കുന്ന ആ ഫോട്ടോ, അവൻ ആ ഫോട്ടോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. ചതിച്ചു. എന്റെ കയ്യും കാലും ഒക്കെ വിറയ്ക്കുന്നു. വീണ്ടും ഒരു കൊടുങ്കാറ്റുണ്ടാവുമെന്ന് വിചാരിച്ചപ്പോ സുനാമി എന്റെ നേർക്കാണല്ലോ ആഞ്ഞടിക്കുന്നത്. അരവിന്ദ് ആ പറഞ്ഞതിൽ സത്യം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആ ഫോട്ടോ എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിച്ച എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടും. ദൈവമേ, പെട്ടു. ഇത് അഖിലാണ്ടേശ്വരി അറിഞ്ഞ വിലാസിനി തൃച്ചംബരത്ത് നിന്നും പുറത്ത്. നന്ദനെ, അരവിന്ദ് പറയുന്നൊന്നും തൽക്കാലം വിശ്വസിക്കണ്ട. എനിക്ക് തോന്നുന്നത് ആ ഫോട്ടോയ്ക്ക് പിന്നിൽ അരവിന്ദ് തന്നെയാണെന്ന്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞവൻ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാം മാറും. നീ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ സ്വസ്ഥമായി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലു നന്ദന. അതല്ല ആനന്ദ്, അരവിന്ദിന്റെ മനസ്സിൽ എപ്പോഴും. നന്ദനെ നോക്ക്. അരവിന്ദ് എപ്പോഴെങ്കിലും കല്യാണിയെ ഇഷ്ടമാണെന്നോ അവളെ മാത്രമേ കല്യാണം കഴിക്കുമെന്നോ നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ അത് വിട് നന്ദനെ. അമ്മ കല്യാണിക്ക് കല്യാണം ആലോചിക്കുന്ന നീ അറിഞ്ഞില്ലേ? മിക്കവാറും അത് നിങ്ങളുടെ കല്യാണത്തിന് മുന്നേ നടക്കും. അതോടെ എല്ലാം മാറും. എന്റെ വാക്ക്. ചെന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നു നന്ദനെ. ഓ, ഏത് സമയം നോക്കിയാലും നിനക്ക് തീറ്റ തന്നെ ഉള്ളോ? തീറ്റി മാടി. നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഒന്ന് ഉറങ്ങി എഴുന്നേറ്റത് ആന്റി. അപ്പം വല്ലതും കുറച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു. ആന്റി എന്താ വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. ആ, ഒന്നും പറയണ്ട. കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്തെ കൊള്ളാതെ അങ്ങ് പോയെന്ന് പറഞ്ഞാ മതി. ഓ, ദൈവമേ, വലിയൊരു ആപത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു. ആപത്തോ? എന്താ ആന്റി ഈ പറയുന്നേ? എടി, ആ നിശ്ചയം മുടക്കിയതിന്റെ പിന്നില് ഞാനാണെന്ന രഹസ്യം ഇന്നത്തോടെ പൊളിയൂന്ന് ഞാൻ വിചാരിച്ചതാ. ഒരു നിമിഷം കൊണ്ട് അഖിലാണ്ടേശ്വരിയുടെ തോക്കിന്റെ ഉണ്ട എന്റെ നെഞ്ചത്ത് തുളച്ചു കയറുന്നതൊക്കെ ഞാൻ ഭാവനയിൽ കണ്ടു. ഏതോ പുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതി. ആന്റി എന്താ ഈ പറയുന്നേ? അരവിന്ദേട്ടന്റെ നന്ദനയുടെ നിശ്ചയം മുടക്കിയത് ആ കല്യാണിയല്ലേ? അതിന് ആന്റി എന്തിനാ പഠിക്കുന്നേ? അയ്യേ, എടി, ഒന്നും അറിയാത്ത അടുക്കളക്കാരിയെ ഞാൻ മനഃപൂർവ്വം അതിലേക്ക് വലിച്ചിട്ടതാ. എന്റെ പ്ലാൻ ആയിരുന്നു അത്. എന്റെ പ്ലാൻ. അരവിന്ദിന്റെയും നന്ദനയുടെയും കല്യാണം മുടങ്ങണം. അതേസമയം തന്നെ ആ കല്യാണി തൃച്ചംബരത്ത് നിന്നും പുറത്താകണം. മനസ്സിലായില്ലേ? ഒരേറിന് 2 മാങ്ങ. അതായിരുന്നു പ്ലാൻ. അതിനു വേണ്ടിയാ ആ അടുക്കളക്കാരിയും അരവിന്ദും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഞാൻ ചെയ്യിപ്പിച്ചെടുത്തത്. ഈ കാര്യം നിശ്ചയം മുടക്കാൻ എന്റെ കൂടെ നിന്ന് ആ പൊട്ടാൻ അരവിന്ദിന് പോലും അറിയില്ല. ഇന്നേ അരവിന്ദ് കുടിച്ചു ബോധം കെട്ട് പിച്ചും പേയും പറയുന്ന കൂട്ടത്തില് നന്ദനയോട് ആ ഫോട്ടോ എങ്ങനെ വന്നെന്ന് അവൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അവൾ ആരാ? ആ മഹേശ്വരിയുടെ അല്ലേ മോള്? ഒരു ഡിറ്റക്റ്റീവിനെ പോലെ അങ്ങ് ഇറങ്ങിയിരിക്ക പ്രതിയെ പിടിക്കാനായിട്ട്. ഫോട്ടോയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് ആനന്ദിനോട് അവൾ വന്ന് പറഞ്ഞപ്പോഴേ തോക്ക് കയറി കഴുത്തിൽ വീണതുപോലെയായി എന്റെ അവസ്ഥ.
പിന്നെ എന്തായി ആന്റി? ആ, നല്ല സമയവും അല്ലാതെ പിന്നെ എന്ത് പറയാനാ? എടി, എല്ലാ കുഴപ്പങ്ങൾക്കും പിന്നിൽ അരവിന്ദായിരിക്കുന്ന ആനന്ദ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. അതോടെ ചാപ്റ്റർ ക്ലോസ്. ഇല്ല വിലാസിനി, ചാപ്റ്റർ ക്ലോസ് അല്ല. ചാപ്റ്ററിന്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. വിലാസിനി ഇനി തൃച്ചംബരത്ത് നിന്ന് ഔട്ട്. ആനന്ദേട്ടൻ വെറും പാവമാണല്ലേ ആന്റി? അല്ലെങ്കിൽ ആന്റി കുടുങ്ങിയെന്നെ. ആ, പാവത്തരൊന്നും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ, പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെങ്ങാനും പുറത്തു പറഞ്ഞ ആങ്ങളയുടെ മോളാണെന്നൊന്നും നോക്കില്ല, ഒന്നും കെട്ടിത്തൂക്കും ഞാൻ. ആ, പറഞ്ഞ മനസ്സിലായോ? ആ, ഓ, ഇപ്പൊ അവിടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? ഓ ഗുഡ്. ഓ അത് ശരി. അപ്പൊ ഹസ്ബൻഡിനെ പാർട്ടിക്ക് വിട്ടിട്ട് ശ്രീമതി കാറിൽ വെയിറ്റ് ചെയ്യണല്ലേ? എങ്ങനെയാ കക്ഷി? നാരായണൻ സാർ കൺട്രോൾ ആണോ അതോ കുടിച്ചു തുടങ്ങിയ എല്ലാ കൺട്രോളും പോവോ? ആന്റി, ആന്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ശരി മഹേശ്വരി. മഹേശ്വരി തിരികെ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ. ദേ മോള് വന്നിട്ടുണ്ട് അടുത്ത്, ഞാൻ കൊടുക്കാം. ദാ മഹേശ്വരിയാ സിംഗപ്പൂരിന്ന്, സംസാരിക്കും. ആ, ആ അമ്മേ. ആ മോളെ, അവിടെ എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ? നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയല്ലേ? പുതിയതായിട്ട് എന്തെങ്കിലും? ഉണ്ടമ്മേ, ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ ഒരു വെടിക്കെട്ടിന് തിരി കൊളുത്താൻ പോവാ. ഒച്ചയും പുകയും അടങ്ങുമ്പോ അമ്മയുടെ എന്നത്തെയും ശത്രു വിലാസിനി തൃച്ചംബരത്തുനിന്ന് പുറത്താവും. അയ്യോ മോളെ, പതുക്കെ സംസാരിക്കേ. ദേ, നീ അബദ്ധമൊന്നും കാണിക്കില്ലേ അവിടെ? അഖിലാണ്ടേശ്വരി അടുത്തില്ലേ? ഈ ഫോൺ സംസാരം തന്നെ അപകടം. ആന്റി അവിടെ നിക്കട്ടെ. ഒരു പറ്റിയ അവസര വീണ് കിട്ടിയിരിക്കുന്നത്. ഇത് മിസ് ചെയ്താൽ ഞാൻ ചില രഹസ്യങ്ങൾ അഖിലാന്റിയോട് റിവീൽ ചെയ്യാൻ പോവാ. മതി, നീ ഈ നിമിഷം അമ്മ പറയുന്നത് കേട്ടാ മതി. നീ ഇപ്പൊ അഖിലാണ്ടേശ്വരിയോട് ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീ ഫോൺ കട്ട് ചെയ്ത് സ്വന്തം റൂമിലേക്ക് പോ. അവിടുന്ന് നിന്റെ മൊബൈലിൽ നിന്ന് വിളി. ഇപ്പൊ സന്തോഷം കാണിച്ച് അഖിലയ്ക്ക് ഫോൺ തിരികെ കൊടുക്ക്. പറയുന്നത് അനുസരിക്ക്. ആ, ഓ, അത് അമ്മ, ഞാനിവിടെ അഖിലാന്റിയോടൊപ്പം അല്ലേ. ഇവിടെ സന്തോഷം തന്നെയാ. എന്നാലും ഇതാണല്ലോ എന്റെ വീടെന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല സമാധാനമുണ്ട്. സത്യം പറഞ്ഞ നമ്മുടെ വീടിനേക്കാളും എനിക്കിഷ്ടം ഇപ്പൊ ഈ വീടാ. എന്നാ ശരി അമ്മ. ഓക്കെ, ഗുഡ് നൈറ്റ്. മോളെന്തോ പറയാൻ വന്നായിരുന്നല്ലോ, എന്തായിരുന്നു അത്? ആ, അയ്യോ, ഞാനിത് മറന്നല്ലോ. മറക്കാനോ? എന്തോ സീരിയസ് ആയിട്ടാണല്ലോ പറയാൻ വന്നത്. ആ, അത് ആ കുടുംബക്ഷേത്രത്തില് ആന്റിയുടെ പേരിൽ ഒരു പൂജ നടത്തുന്നുണ്ട്. അത് പറയാനാ. വെരി ഗുഡ്. മോളുടെ ഇഷ്ടമല്ലേ നടക്കട്ടെ. സന്തോഷായി എനിക്ക്. ഓക്കെ ആന്റി, അപ്പം ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ അമ്മേ. ആ മോളെ, മുറിയിൽ എത്തിയോ നീ? ആ, എത്തി അമ്മേ. എന്നാ ഇനി പറഞ്ഞു. വിലാസിനെ പുറത്താക്കാൻ എന്ത് തെളിവ് കിട്ടിയെന്നാ നീ പറഞ്ഞേ? എന്താ സംഭവം? അത് കേട്ട അമ്മ ഞെട്ടും. എന്റെയും അരവിന്ദന്റെയും നിശ്ചയം മുടക്കാൻ കൊണ്ടുവന്ന ആ ഫോട്ടോസ് ഇല്ലേ, അരവിന്ദന്റെയും കല്യാണിയുടെയും ഫോട്ടോസ്. ആ, അതിന് പിന്നിൽ കളിച്ചത് മുഴുവനും ആ വിലാസിനിയാ. അവരത് സ്വന്തം നാവ് കൊണ്ട് പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു. ആ നിശ്ചയം മുടക്കിയതിന്റെ പിന്നില് ഞാനാണെന്ന രഹസ്യം ഇന്നത്തോടെ പൊളിയൊന്ന് ഞാൻ വിചാരിച്ചതാ. ആ അടുക്കളക്കാരിയും അരവിന്ദും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഞാൻ ചെയ്യിപ്പിച്ചെടുത്തത് എന്റെ പ്ലാൻ ആയിരുന്നു. അത് എന്റെ പ്ലാൻ.
ആഹാ, അപ്പൊ അതാണ് സംഭവം. അവളാള് കാഞ്ഞു പുള്ളിയാണെന്ന് വീണ്ടും തെളിയിച്ചു. അമ്മയ്ക്ക് അത് ആദ്യമേ സംശയം ഉണ്ടായിരുന്നതാ. ഇപ്പൊ അമ്മ എന്തു പറയുന്നു? ഈ ഒരൊറ്റ കാര്യം പോരെ ഈ പിശാച സ്ത്രീയെ തൃച്ചംബരത്തുനിന്നെടുത്ത് ഓടെ കളയാൻ? ഏ, പാടില്ല പാടില്ല. നിന്റെ ആലോചന ഞാൻ സമ്മതിച്ചു. വിലാസിനെ നിലയ്ക്ക് നിർത്താൻ വീണ് കിട്ടിയൊരു വജ്രായുധം തന്നെയത്. പക്ഷേ ഇവിടെ ഈ സന്ദർഭത്തിൽ അതെടുത്ത് പ്രയോഗിക്കുന്ന ബുദ്ധിമോശമാ. ഇവിടെ വേണ്ടത് തന്ത്രമാ, നല്ല കിണ്ണം കാച്ചിയ തന്ത്രം. അതിനാദ്യം ഇപ്പൊ ചെയ്യുന്നത് പോലെ മോള് വിലാസിനിയെ കൂടെ നിർത്തി ആ കല്യാണിയെ വേണം ആദ്യം പുറത്താക്കാൻ.